ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഏറ്റവും പുതിയ 2026 ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള ഹോണ്ട സിറ്റിയാണ്. അതായത് 5th ജനറേഷൻ തന്നെയാണ്. പക്ഷേ 5th ജനറേഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം, ഈ ഒരു വാഹനം കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ തൊട്ട് പുറയിലുള്ള വർഷങ്ങളൂടെ കണ്ടാലല്ലേ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ. അതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുമ്പുള്ള 5th ജനറേഷൻ കൂടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് രണ്ടും വെച്ചുള്ള കമ്പാരിസണിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഈ വാഹനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്നുള്ളത്. കാരണം നമ്മുടെ മെയിൻ ഹൈലൈറ്റും നമ്മുടെ താരം എന്ന് പറഞ്ഞാൽ ഈ പുതിയ മോഡൽ തന്നെയാണ്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ മാറ്റം വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഈ വാഹനം നോക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഭാഗം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാൻ സാധിക്കും. ബ്ലേഡ് ഐ സിഗ്നേച്ചർ LED ലൈറ്റിംഗ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു ഹെഡ്ലൈറ്റിനകത്ത് ഒരു സിംഗിൾ പ്രൊജക്ടറാണ് വരുന്നത്. ഹൈ ആൻഡ് ലോ ഇതിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ DRLs കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് 2 പോർഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ DRL പ്ലസ് ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കണക്റ്റഡ് ലൈറ്റും കൂടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹണികോംബ് ഡിസൈൻ പോലെ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ പോകുന്നത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ലെങ്ത് കൂടിയിരിക്കുന്ന ഈ ഒരു പോർഷൻ കൂടെ ഫ്രണ്ടിലോട്ട് ആയിട്ടുള്ളതുകൊണ്ടാണ്. കാരണം നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ റേഡിയേറ്ററൊക്കെ അങ്ങ് അറ്റത്ത് പോയി നിൽക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും കൂടെ പോർഷൻ ഒന്ന് ഫ്രണ്ടിലോട്ടായി അതിൻ്റെ ഡിസൈൻ ചേഞ്ച് വരുത്തിയേക്കാണ്. ഈ ഒരു പോർഷൻ കാണുമ്പോഴത്തേക്കും നമുക്ക് വേറെ പല വാഹനങ്ങളും ഓർമ്മ വരും. നിങ്ങൾക്കത് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. ഹോണ്ടയുടെ ലോഗോയും മേളിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഹുഡും ആ ഒരു ഹുഡും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു വ്യത്യാസവും പെട്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. രണ്ടും സിമിലർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാര്യങ്ങൾ. നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറഞ്ഞോളുക. നമുക്കിവിടെ ഒരു 360 ഡിഗ്രി ക്യാമറ കാണാം. പഴയതിൽ അത് മിസ്സിംഗ് ആണ്, കാരണം 360 ഇല്ല. താഴെ വരുമ്പോൾ താഴത്തെ എയർ ഡാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ്റെ ഈ 2 കണക്ഷനും നമുക്ക് കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രണ്ട് ലുക്കാണോ ഏറ്റവും നല്ലത് അതോ പഴയ ഒരു ഫ്രണ്ട് ലുക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് എവിടേക്കോ ഓക്കെ. കാരണം 2 രീതിക്ക് ചിന്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ വരുമ്പോൾ നമുക്കൊരു എയർ കർട്ടൻ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ എയറോഡൈനാമിക്കിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. കാരണം എയറിനെ കട്ട് ചെയ്ത് ടയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഈ ഒരു പോർഷൻസിലാണ് നമുക്ക് പ്രധാനമായിട്ട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത് പഴയ ഹോണ്ട സിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും. അതേ സ്ഥാനത്ത് നമുക്കിവിടെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈന്, ഈ ഒരു ഈ ക്രോമൊക്കെ എൻറ്റയർലി എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാം ഞാൻ പറഞ്ഞ പോലെ എല്ലാം സിമിലറാണ്. ഈ ഒരു ക്രോം പോയി ഹോണ്ടയുടെ ഈ ലോഗോ നേരെ മേലോട്ട് കയറി. അതുപോലെ തന്നെ ഗ്രിൽസ്. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഫോഗ് ലാമ്പ് അവിടെ മിസ്സിംഗ് ആണ് പുതിയതിൽ. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് തന്നെ എല്ലാം ചുരുങ്ങി പോയിട്ടുണ്ട്. ഇവിടെ ഫോഗ് ലാമ്പിനുള്ള പ്രൊവിഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പഴയ മോഡലിൽ നമുക്ക് ഫോഗ് ലാമ്പ് കിട്ടുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഗ്രില്ലിനകത്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നെനിക്ക് തോന്നുന്നു. കണ്ടിട്ട് നൈറ്റ് ഡ്രൈവ് ചെയ്താൽ എത്രത്തോളം വെട്ടം ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കത്തുള്ളൂ. ഉടനെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അഡാസ് ഫീച്ചർ കിട്ടുന്നുണ്ട്. ക്യാമറ ബേസ്ഡ് അഡാസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഹോണ്ടയ്ക്ക് ഞാൻ ഈ അഡാസിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. ഹോണ്ട സെൻസിംഗ് എന്ന് പറഞ്ഞ് തന്നെയാണ് വരുന്നത്. ഒരു ലെവൽ 2 ഫീച്ചേഴ്സിനോട് സാമ്യം ഉണ്ടെങ്കിൽ പോലും ലെവൽ 2 എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ റഡാർ സിസ്റ്റം വരുന്നില്ല. റഡാർ സിസ്റ്റം വരാത്ത വേറൊരു വാഹനമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ്, ഡസ്റ്റർ. നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് സൈഡിലത്തെ പ്രൊഫൈലിലോട്ട് വരാം. സൈഡിലത്തെ പ്രൊഫൈലിലോട്ട് വരുന്ന സമയത്ത് ഏറെക്കുറെ എല്ലാം സിമിലറാണ്. ഏറെക്കുറെ അല്ല, എല്ലാം സിമിലറാണ് ഒന്നൊഴിച്ച് ഈ ഒരു അലോയ് വീൽ ഡിസൈൻ. ഈ ഒരു ഡിസൈനിൽ നല്ല രീതിക്കുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ ടയർ സൈസിന് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 85, 55, 6, 16 ഈ ടയർ സൈസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ അലോയ് വീൽ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈനാണ്. അതായത് എയറോ ബ്ലേഡ് ഡയമണ്ട് കട്ട് അലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സൈഡിലോട്ട് വരുന്ന സമയത്ത് അടുത്ത ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. 360 ഡിഗ്രിയുടെ ക്യാമറ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെയിൻ വാച്ച് ക്യാമറയും കിട്ടുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഒരു ഡൗട്ട് തോന്നുമായിരിക്കും, ലെയിൻ വാച്ച് ക്യാമറയും 360 ഡിഗ്രി ക്യാമറ എന്തിനാണ്? കാരണം 360 ഡിഗ്രി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ലെയിൻ വാച്ചിൻ്റെ ആവശ്യമുണ്ടോ? കൃത്യമായിട്ട് ഞാനത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു ഡൗട്ട് പോകും. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഡൗട്ടാണ്. വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മിറർ യൂണിറ്റ് കാണാം. ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ റിക്വസ്റ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. കോ ഡ്രൈവർ സൈഡിലും ഡ്രൈവർ സൈഡിലും കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു സൈഡ് ചൂസ് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ 2 കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. ലെയിൻ വാച്ചും റിക്വസ്റ്റ് സ്വിച്ചും നല്ല കാര്യം തന്നെയാണ്. റിക്വസ്റ്റ് സ്വിച്ച് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കീ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോ ലോക്ക് ആവുന്ന ഫംഗ്ഷനും ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ സൈഡും കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസമില്ല, കൃത്യമായിട്ട് അതുപോലെ തന്നെ പോരുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ സെയിം. ഇവിടെ ഒരു ചെറിയൊരു മാറ്റം പോലെ ഇവിടെ തൊട്ട് അങ്ങ് തുടങ്ങുകയാണ്. അതായത് നമ്മുടെ
ടെയിൽ ലൈറ്റ് ഈ ഒരു ഭാഗങ്ങൾ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് മാത്രമല്ല, ട്രാൻസ്പെറൻറ്റ് വിത്ത് സ്മോക്ക് ചെയ്തൊരു ഫീലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം ഇവിടെ ഒരു കളേഴ്സും നമുക്ക് അറിയാനില്ല. ഒരു ഗ്രേ കാണാൻ സാധിക്കും, ട്രാൻസ്പെറൻറ്റ് ഒരു ഗ്ലാസിനകത്തൂടെയാണ് ഇത് വരുന്നത്. പിന്നെ ബാക്കി ഫുള്ള് ബ്ലാക്ക് കാണാം. പിന്നെ ഒരു ഓറഞ്ച് കളർ കാണാൻ സാധിക്കും കേട്ടോ. നമ്മുടെ ഇൻഡിക്കേറ്റർ അത് ഹാലജൻ ബൾബാണ്, റിവേഴ്സ് ബൾബും ഹാലജന്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ മാറ്റുകയായിരുന്നുണ്ടെങ്കിൽ പൊളിയായനെ. ചുമ്മാ പറയുന്നില്ല, കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഈ പലപ്പോഴും നമ്മൾ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ LED ബൾബ് കാണുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ. ഇവിടെ ബ്രേക്കും പാർക്കും വരുന്ന LED ആണെങ്കിൽ പോലും റിവേഴ്സും ഇൻഡിക്കേറ്ററും വരുന്ന മോശമായിപ്പോയി, അതും കൂടെ LED ആക്കായിരുന്നു. റിവേഴ്സ് ബൾബ് നിങ്ങൾക്ക് LED ആക്കണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് എൻ്റെ അവൈലബിൾ ആണ്. പുതിയ മോഡൽ അല്ല, പഴയ വാഹനങ്ങളുടെ റിവേഴ്സ് ലൈറ്റ്, നല്ല വെട്ടം കൂടിയ റിവേഴ്സ് ലൈറ്റ് എൻ്റെ അവൈലബിൾ ആണ്. പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്പോയിലർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. പക്ഷേ ഇതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മാറ്റവും ഇല്ലെന്നുള്ള ഇതാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് തോന്നുന്നത്. ഹോണ്ടയുടെ ലോഗോ പഴയതും പുതിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇപ്പം മേളിലും താഴെയായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു ലോഗോയുടെ ഡിസൈനും നേരത്തെ ലോഗോയുടെ ഡിസൈനും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടെ തൊട്ട് താഴെ നമുക്കൊരു 360 ഡിഗ്രിയുടെ ക്യാമറ കാണാൻ സാധിക്കും. 506 ലിറ്റർ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല വൈഡ് ഏരിയ ആണ്. പക്ഷേ ഹൈബ്രിഡ് വരുന്ന വാഹനം ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഹോണ്ട സിറ്റി നമുക്ക് ഹൈബ്രിഡ് കിട്ടുന്നുണ്ട്. ഹൈബ്രിഡിന് വരുന്ന സമയത്ത് നമുക്ക് ബൂട്ട് സ്പേസ് കുറയും, വേറൊന്നും കൊണ്ടല്ല, ബാറ്ററിയുടെ പാക്ക് കയറുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 303 ലിറ്റർ ആകുകയാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹാലജൻ ലൈറ്റാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ മാറ്റേണ്ട ടൈം കഴിഞ്ഞു, LED ആക്കണമായിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു സ്പെയർ വീൽ കാണാം, 1 ഇഞ്ച് കുറവാണ്. ജസ്റ്റ് ഒരു സ്പെയർ വീലായിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇവിടെ കിട്ടുന്നത്. ഏതായാലും കവറിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കവേർഡ് ഏരിയ ആണ്, അതൊക്കെ നല്ല അടിപൊളിയാണ്. തൊട്ട് താഴെ വരുന്ന ഈ ഡിഫ്യൂസർ യൂണിറ്റൊക്കെ കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽസ് ആണ് നമുക്ക് കിട്ടുന്ന ഒരു സ്പോർട്ടി കാർ. ഈ ബാക്ക് വശം കൊണ്ട് നോക്കുമ്പോൾ തന്നെ വേറെ പല വാഹനമാണെന്ന് തോന്നുന്നു. ഹോണ്ടയുടെ ലോഗോ ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ ടെയിൽ പൈപ്പ് കാണാൻ സാധിക്കും. ഹണികോംബ് ഡിസൈൻ കാണാം, പക്ഷേ ഇതെല്ലാം ക്ലോസ്ഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലും ഈ സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അഡാസ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ ഇവിടെ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ലെവൽ 2 എന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അഡാസ് വരുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്കത് ഗുണം കിട്ടുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ അലോയ് വീലിൻ്റെ ഡിസൈൻ ചേഞ്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈൻ വാച്ച് ക്യാമറ കിട്ടുന്നുണ്ട്, പക്ഷേ ഇവിടെ 360 ഡിഗ്രി മിസ്സിംഗ് ആണ്. റിക്വസ്റ്റ് സ്വിച്ച് ഇവിടെയും അവൈലബിൾ ആണ്. ക്രോം ഫിനിഷ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ബോഡി കളേർഡ് ആണ് വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് ക്രോം ഫിനിഷ്ഡ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത് ടോപ്പ് വേരിയൻറ്റ് വരുമ്പോൾ. അത് കഴിഞ്ഞ് നമുക്ക് ഈ സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് ടെയിൽ ലാമ്പ് യൂണിറ്റിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പല കളേഴ്സും കാണാൻ സാധിക്കും. അതായത് റെഡ് കളേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു പോർഷനൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ അങ്ങോട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ വന്നപ്പോൾ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. ഡീഫോഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളൊന്നും നോക്കാം. നമുക്ക് കീ ഫോബ് തൊട്ട് തുടങ്ങാം. വ്യത്യാസങ്ങളൊന്നും കാര്യമായിട്ട് പറയാനില്ല. നോർമൽ ഒരു കീ ഫോബ്, ലോക്ക്, അൺലോക്ക്, ഹോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന വാഹനം സ്റ്റാർട്ട് ചെയ്യാനും ഇത് നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനും കൂടെ വേണ്ടിയുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹോൾഡ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഓട്ടോമാറ്റിക് വാഹനത്തിനും ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിനും മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ വാഹനം ലോക്ക് ചെയ്തു, ഇപ്പോൾ ലോക്ക്ഡാണ്. ഇനി നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷേ ഈ വാഹനം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അറിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം 1.5 ലിറ്റർ 4 സിലിണ്ടറാണ്. പ്രത്യേകിച്ച് ഹോണ്ടയുടെ എഞ്ചിനും കൂടെയാണ്, അതുകൊണ്ട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ടെർബോ വരുന്നില്ല. ഇപ്പോൾ ഈ വാഹനം അൺലോക്ക്ഡ് ആണ്. ഞാനിത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും കീ ഫോബ് അകത്തോട്ട് വയ്ക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമുക്കിതിങ്ങനെ അഴിച്ചെടുത്ത് കീ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പുറമെ ഇടാൻ വേണ്ടിയിട്ട് കീ സിലിണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതി എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. പല കമ്പനീസ് ഇത് കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറയും. ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ പോർഷൻസിലൊന്നും ഒരു രീതിക്കുള്ള വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് വേണമെങ്കിൽ, ലെഫ്റ്റ് വേണമെങ്കിൽ, മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച്, നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ലെഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ നാവിഗേഷൻ, ലോക്ക് അൺലോക്ക്, പവർ വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച്, അതുപോലെ തന്നെ പവർ വിൻഡോസ് എല്ലാം 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് കിട്ടുന്നത്. വിത്ത് ആൻറ്റി പിഞ്ച് ടെക്നോളജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സ്പീക്കേഴ്സ്, ട്യൂട്ടേഴ്സ്, അങ്ങനെ മൊത്തം 8 സ്പീക്കറും ട്യൂട്ടേഴ്സും വരുന്നുണ്ട്. താഴെ മേളിലും ബാക്ക് സൈഡിലും വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഈ AC വെൻ്റൊക്കെ കാണാൻ സാധിക്കും.
കിടു തന്നെയാണ്. കുറച്ച് മാറ്റങ്ങൾ, അതായത് ഇതിൻ്റെ പുറത്തോടെ ഇപ്പോൾ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ആണ് വരുന്നത്. നേരത്തെയും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കറക്റ്റ് മനസ്സിലാവും. ഇവിടെ ഒരു സിൽവർ എലമെൻറ്റും കൂടെ അഡീഷണൽ കയറുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ സിൽവർ എലമെൻറ്റ് അവരങ്ങ് എടുത്ത് മാറ്റി. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനും വേണ്ടി ബാക്കി ഡെമി സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു കുഞ്ഞ് പോക്കറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കീയ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാനും സാധിക്കും. നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ. അതുപോലെ തന്നെ തൊട്ട് താഴെ വരുമ്പോൾ നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും ഹുഡ് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ലിവർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി സ്വിച്ച് ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒരു ലിവർ വരുന്ന എപ്പോഴും നല്ലതാണെന്ന് ഞാൻ പറയും. ഈ കൊടുത്തിരിക്കുന്നതാണ് ഈ വാഹനത്തിൻ്റെ ചേസിസ് നമ്പർ. ഇത് ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിംഗ് ഒന്നും തന്നെ സീറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. അത് ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. കാരണം ഇലക്ട്രിക്കായിട്ട് അഡ്ജസ്റ്റും കൂടെ കൊടുക്കുകയാണെങ്കിൽ മെമ്മറി ഫംഗ്ഷൻ കൂടെ കൊടുക്കുകയായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ. അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു റെഡ് ലൈറ്റാണ് കത്തുന്നത്, കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓഫ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ലെയിൻ വാച്ചിൻ്റെ സ്വിച്ച് ഒരു മാറ്റവും ഇല്ല, ആസ് ഇറ്റ് ഈസ് സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ് കിട്ടുന്നുണ്ട്, പാർക്ക് ഹെഡ്ലൈറ്റ് ഓണ്, പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച്. പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു CVT വാഹനമായതുകൊണ്ടാണ് ഇതിൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ കൺട്രോൾസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ക്രൂയിസ് കൺട്രോളിൻ്റെയും അഡാസിൻ്റെയും ഫീച്ചേഴ്സ് എല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയും ഒക്കെയാണ് നമുക്കിവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഫ്ലാറ്റ് ബോട്ടമോ കാര്യങ്ങളോ ഒന്നുമല്ല, നോർമൽ ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ക്ലസ്റ്റർ മീറ്ററിലോട്ട് നോക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ ഒന്നും ഇല്ലെന്ന് തോന്നുമെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അവിടെ ഒരു സൂചി കാണാൻ സാധിക്കും. ഒരു അനലോഗ് ടൈപ്പ് ആണോ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇത് അനലോഗ് ടൈപ്പും ഇവിടെ നമുക്ക് ഡിജിറ്റലും ആണ് കിട്ടുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നമുക്കിവിടെ കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ഇൻഫർമേഷൻസ് ആയിട്ട് കാണാൻ സാധിക്കും. നമുക്കിത് റോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പം നമ്മുടെ മൈലേജ് കാര്യങ്ങളൊക്കെ കാണാം, എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു എന്നുള്ള A and B കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോം ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഹോം ബട്ടൺ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. മേളിലോട്ടും താഴോട്ടും ടാക്കോമീറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം. ടാക്കോമീറ്റർ, റേഞ്ച്, സ്പീഡ് ആൻഡ് ടൈം, നമ്മൾ ഓടിയിരിക്കുന്ന ആവറേജ് ടൈം, അതായത് 106 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് 5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ആവറേജ് കിലോമീറ്റർ സ്പീഡ് നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ്, ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. ഇനി ക്ലസ്റ്റർ മീറ്ററിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് എത്രത്തോളം വെളിച്ചം നമുക്ക് വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതെ കണ്ടോ, രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലൈറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോവാം. നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം 10.1 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കിട്ടുന്നത്. ആദ്യം തന്നെ ഒരു നെഗറ്റീവ് സൈഡ് തൊട്ട് തന്നെ പറഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവിലോട്ട് പോകാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പ്രശ്നം തന്നെയാണ്, ലൈറ്റിൻ്റെ ഗ്ലെയർ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഇതുപോലെ പല വാഹനങ്ങളും ഡ്രൈവ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് ഈ ആംഗിളിൽ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനോട് യൂസ്ഡ് ആകാൻ കുറച്ച് സമയം എടുക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാനിത് ഒരു അത്യാവശ്യം കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോഴേക്കും. അങ്ങനെ ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അന്ന് ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായൊരു ബുദ്ധിമുട്ടാണ്, ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നും നമുക്ക് നോക്കിയാൽ കാണില്ല. അതൊരു നെഗറ്റീവ് സൈഡാന്ന് പറയാം. കാരണം പകല്, രാത്രി പ്രശ്നം വരത്തില്ല, പകല് ഈ ഒരു ഗ്ലെയർ അടിക്കുന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷേ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കോമ്പസ് കാണുന്നുണ്ട്, ബോഡി റോള് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ബാൻഡ് കാര്യങ്ങളൊക്കെ, സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും ഇപ്പോൾ ആക്ടിവേറ്റഡ് ആക്കിയിട്ടില്ല. ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ സെറ്റിംഗ്സ് ആണെങ്കിലും, സെറ്റിംഗ്സിനകത്ത് ഈ ആംബിയൻ ലൈറ്റ്, ഇവിടെ താഴെ നമുക്കൊരു ആംബിയൻ ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഇതിനകത്ത് പിന്നെ ലൈൻ വാച്ച്, ക്യാമറയുടെ ഒക്കെ സെറ്റിംഗ്സ്, അതിപ്പോൾ ഷോ ഓൺ ടേൺ സിഗ്നൽ ഓൺ ചെയ്യുമ്പോഴത്തേക്കും കാണിക്കണമെങ്കിൽ അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും.
അതുപോലെ തന്നെ മൾട്ടി വ്യൂ ക്യാമറ, അതായത് 360 ഡിഗ്രി ക്യാമറയുടെ എങ്ങനെയൊക്കെ വേണം, മൂവിങ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ഓൺ ചെയ്യണോ, ഗൈഡ് ലൈൻസ് ഓൺ വേണോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കാനുള്ള സെറ്റിങ്സ് ഉണ്ട്. ഏതായാലും ഇതിൽ വന്നിരിക്കുന്ന ഒരു ഹിഡൻ ഫീച്ചർ ഞാൻ കാണിച്ചു തരട്ടെ. ഈ കാണുന്ന 10.1 ഇഞ്ച് ഡിസ്പ്ലേക്കകത്ത് നമുക്ക് വരുന്ന ഒരു ഹിഡൻ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഗെസ്ചർ കൺട്രോൾ ഉണ്ട്, വോളിയം കൂട്ടാൻ വോളിയം കുറയ്ക്കാൻ. കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചാനൽസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 വിരൽ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ചാനൽസായിട്ട് ഇവിടെ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ 4, 5, 6 അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൽ നിന്ന് അഥവാ സ്റ്റിയറിങ്ങിൽ നിന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് ഇങ്ങോട്ട് മാറ്റാതെ തന്നെ നമുക്കിവിടെ കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു സാധ്യത കിട്ടുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ ഈ സെൻറ്ററിൽ വരുന്ന നേരത്തെ ഇതിൻ്റെ ഡിഫറൻസ് കൂടെ ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഈ രണ്ടും കാണിച്ചു പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം, ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം എന്നുള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു AC വെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ലൈൻ വാച്ച് ക്യാമറയുടെ സ്വിച്ച് നമുക്കിവിടെ കാണാം, സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാം. അതുപോലെ തന്നെ ക്ലസ്റ്റർ മീറ്റർ നമുക്കിവിടെ കാണാം, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ലൈറ്റ് അഡ്ജസ്റ്റിങ്ങിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓട്ടോ ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൺട്രോൾസ്, നമ്മുടെ അഡാസ് ഫീച്ചേഴ്സും കാര്യങ്ങളുടെ എല്ലാം കൺട്രോൾസ്, ബാക്കിയുള്ള എല്ലാം ആസ് ഇറ്റ് സെയിം തന്നെ. സ്റ്റിയറിംഗ് വീൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനകത്തൊന്നും തന്നെ ഇല്ല. ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഒരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ഹസാർഡ് സ്വിച്ച് ഇപ്പോൾ താഴെ വന്നു, ഇത് മേളിലായിരുന്നു. സ്ക്രീന് 8 ഇഞ്ചാണ്, അവിടെ ഇപ്പോൾ 10.1 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെയും ചെരിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെയും ചെരിച്ചങ്ങ് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. AC വെൻസിന് ഒരു രീതിക്കുള്ള വ്യത്യാസമില്ല, പക്ഷേ കുറച്ചൊരു ഭാഗം കട്ടായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വുഡ് ഫിനിഷാണ് വരുന്നത്. ശ്രദ്ധിച്ചോണം, ഇവിടെ ആംബിയൻ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, വുഡ് ഫിനിഷാണ്. ഇതെനിക്ക് കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നൊന്ന് പറയുക. അതുപോലെ തന്നെ ഇവിടുത്തെ നോബ് തിരിക്കുമ്പോഴത്തേക്കും ഉള്ളൊരു ഫീലല്ല അവിടെ. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരു ഹാർഡ് മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് കിട്ടുന്നത് പഴയ മോഡലിൽ. ഡോർ പാഡിലെ വ്യത്യാസങ്ങൾ നോക്കിക്കോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതാണ് നമ്മുടെ പഴയ ഡോർ പാഡ്. 360 ഡിഗ്രി ക്യാമറ യൂണിറ്റ് കിട്ടുന്നുണ്ട്. ഏതായാലും ഒരു ഓക്കെ ഫീൽ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാനിപ്പോൾ ഡോർ ഒരെണ്ണം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്തു. ഇതാണ് നമുക്ക് ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു ഓക്കെ എന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഓരോ വ്യൂസായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഓവറോൾ ഓക്കെ, ഒന്നുമില്ലാത്തതിലും ഭേദം എന്തെങ്കിലും കിട്ടുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യൂസായിട്ട് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈൻ വാച്ച്, റിവേഴ്സിൻ്റെ സമയത്ത് ലൈൻ വാച്ച് കിട്ടില്ല, അപ്പം ഞാനത് മാറ്റി പാർക്ക് മോഡ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവ് മോഡിലോട്ട് ഞാനിപ്പോൾ പ്രസ് ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ലൈൻ വാച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈൻ വാച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ലൈൻ വാച്ച് വേണോ 360 മതിയോ എന്ന് ചോദിക്കുന്നവരോട് ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പറയാം. നമുക്കിതൊരു പ്രോപ്പർ വ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച്ഡ് വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 4 ക്യാമറയുടെ സ്റ്റിച്ച്ഡ് വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ലൈൻ വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പോർഷൻ, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു പോർഷൻ ഇട്ടാലും ഇങ്ങനെ കാണുന്നതിലും ബെറ്റർ ആയിട്ട് നമുക്ക് ലൈൻ വ്യൂവിൽ കിട്ടും. അപ്പോൾ അത് ഡ്രൈവ് മോഡിലൊന്നാക്കി പ്രസ് ചെയ്തു. അപ്പോൾ റിവേഴ്സ് മോഡിൽ നമുക്ക് കിട്ടുമെന്നൊന്നുകൂടെ നോക്കാം. ഞാൻ റിവേഴ്സ് മോഡ് ഇട്ടു. ഞാനിപ്പം ഇതൊന്ന് പ്രസ് ചെയ്യുകയാണ്. ഇല്ല, കിട്ടില്ല. അപ്പം റിവേഴ്സിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അല്ലാത്ത ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈൻ വ്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഞാനിപ്പോൾ അതൊന്ന് ഓഫ് ചെയ്യുകയാണ്. ഇനി ലെഫ്റ്റിലെ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞപ്പോഴും ലൈൻ വ്യൂ ക്യാമറ നമുക്ക് ഓൺ ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ വന്നപ്പോൾ ഉള്ള വ്യത്യാസം നോക്കിക്കോണം. ഇവിടെ വേറൊരു എലമെൻറ്റും ഇവിടെ കുറച്ച് ഡിസൈൻ പാറ്റേൺസും കൊടുത്തിട്ടുണ്ട്. ലൈറ്റും കൂടെ ഒക്കെ വന്നപ്പോൾ നല്ല കിടു ഫീലായി. സെയിം 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 സെയിം. അതുപോലെ തന്നെ ഇപ്പോൾ AC വെൻറ്റിൻ്റെ ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഇവിടുത്തെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി തൊട്ട് താഴെ വരുമ്പോൾ നമ്മുടെ AC കൺട്രോൾസ് എല്ലാം നിങ്ങൾക്ക് കാണാം. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ ഒരു സൗണ്ട് കൊള്ളാം കേട്ടോ.
നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും എനിക്ക് ആ സൗണ്ട് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. കിടു ആ ഒരു ക്ലിക്ക് സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഒരു രക്ഷയില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇവിടെ വ്യത്യാസം മെയിനായിട്ട് വരുന്നത് സീറ്റ് വെന്റിലേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഡ്രൈവർ സൈഡിൻ്റെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതും AC ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. AC ഓൺ ഓഫ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻസൈഡ് സർക്കുലേഷൻ വേണമെങ്കിൽ അങ്ങനെ, ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ. ഏത് മോഡിലോട്ട്, അതായത് ഏത് പൊസിഷനിൽ കൂടെ എയർ വരണം എന്നുള്ളത് ഇവിടെ കൺട്രോൾ ചെയ്യാം. ഫ്രണ്ട് ഡീഫോഗർ, റിയർ ഡീഫോഗർ, ഓട്ടോ AC വേണമെങ്കിൽ ഓട്ടോ ഇടാം. ടെമ്പറേച്ചേഴ്സ് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാക്സ് കൂൾ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് USB-A ടൈപ്പും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ A ആയിരുന്നു വന്നിരുന്നത്, ഇപ്പോൾ ഇവിടെ C ടൈപ്പ് വരുന്നുണ്ട്. ഇത് ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് പോലെയാണ് ഇവിടെ വരുന്നത്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. എന്നാലും നമുക്ക് ഏതൊരു വേരിയൻറ്റിൽ വേണമെങ്കിലും ഈ ഒരു വയർലെസ് ചാർജർ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അന്നേരം നമുക്കിവിടെ ഫ്രണ്ട് വരുന്ന 2 കപ്പ് ഹോൾഡർ നഷ്ടപ്പെടും, അത് ഓർക്കുക. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഈ CVT വരുന്ന വാഹനങ്ങളിൽ അഥവാ HEV വരുന്ന വാഹനത്തിൽ ഇവിടെ ഒരു ചാർജർ പോലെ വരുന്നുണ്ട്, വയർലെസ് ചാർജർ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഇത് അഡീഷണൽ ആയിട്ടാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഊരി മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ 12 വോൾട്ട് സോക്കറ്റ് കണക്ട് ചെയ്യാം. ഊരി മാറ്റണമെങ്കിൽ ഊരി മാറ്റാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫോൺ വയ്ക്കാനുള്ള ഏരിയ ഉണ്ട്. വലിയ ഫോണൊന്നും വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഉള്ളിലോട്ട് ഇടയില്ല. ഒരു അത്യാവശ്യം നോർമൽ ഫോൺസൊക്കെ വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈക്കോൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈക്കോ മോഡാണ് ശരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു CVT വാഹനമാണ്. അതുകൊണ്ടാണ് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, സീക്വൻഷ്യൽ മോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു സൈഡിലൊക്കെ ചെറിയ ഏരിയാസ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കണമെങ്കിൽ ഇവിടെ ഇട്ട് വയ്ക്കാം. ഒരു ചെറിയൊരു ആംറസ്റ്റും അതിനകത്തൊരു സ്റ്റോറേജ് സ്പേസും കാണാം. ആംറസ്റ്റ് ഫിക്സഡ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഗ്ലാസ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അതെല്ലാം മിസ്സിങ് ആണ്. ഇതൊരു ജസ്റ്റ് ഓക്കെ ഫീൽ. ഏതായാലും ഇവിടെ ഒരു ഗ്ലാസ്സെങ്കിലും കൊടുക്കാൻ തോന്നില്ല, വലിയ കാര്യമൊന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ബെസലെസ് റിയർ വ്യൂ മിറർ വിത്ത് ഓട്ടോ ഡിമ്മിങ് ഫീച്ചേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാം LED ആണ്. അതൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു പനോരമിക് അല്ലെങ്കിൽ പോലും ഒരു നോർമൽ സൺ റൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് പിന്നെ നേരത്തെയും കിട്ടുന്നുള്ളതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. സെയിം ക്ലോസ് ചെയ്തിടാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഡോർ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ സ്വിച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അതുപോലെ തന്നെ ഇപ്പം നമ്മളിത് ക്ലോസ് ചെയ്തു. ഇത് തിരിച്ചടഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൈകൊണ്ട് അടയ്ക്കണം. ഓക്കെ, ഇനി ഡ്രൈവർ സൈഡിലോട്ട് വരുമ്പോഴും ഇവിടെയും ഇലക്ട്രിക്കലായിട്ട് സീറ്റിന് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ നോർമലായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് കയറ്റി ഇടുകയാണ്. ഇപ്പം നോർമൽ എനിക്ക് ഓക്കെ എന്ന് തോന്നി. പക്ഷേ നമ്മൾ ആദ്യത്തെ കാര്യം ഗ്ലോ ബോക്സ് മുട്ടി. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം എനിക്കിവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കത്തക്ക രീതിയിലാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, ബാക്കിലിരിക്കുമ്പോൾ എങ്ങനെയുണ്ട് ലെഗ് റൂമും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഗ്ലോ ബോക്സ് അത്യാവശ്യം ഡീസൻറ്റ് സൈസാണ്, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓക്കെ, അടിപൊളി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെതർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവിടെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഏതായാലും ഡ്രൈവർ സൈഡിൻ്റെ ഇവിടെ ലെതർ മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കൈയൊക്കെ വയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ വെക്കാൻ സാധിക്കും. 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 1 ടച്ച് അപ്പ് വിത്ത് ആൻറ്റി പിഞ്ചിങ് ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും കൈയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും കൈ വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി പോവുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ഫോഴ്സ് വരുമ്പോൾ അത് അവിടെ കൊണ്ട് താന്നിട്ട് സ്റ്റോപ്പ് ആയിക്കോളും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, ഇവിടെയും ഗ്ലാസ് ഉണ്ട്, പക്ഷേ ലൈറ്റ് ഇല്ല. ലൈറ്റും കൂടെ കൊടുക്കാമായിരുന്നു എന്നൊരു സജഷൻ. പിന്നെ ഈ ഒരു ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാനായിരിക്കും കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും കൊള്ളാം. പാസഞ്ചറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആംറസ്റ്റിൻ്റെ ഒരു സൈഡും കൂടെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒരു ഐവറി കളറാണ് കിട്ടുന്നത്. നല്ലൊരു ഫിനിഷ്ഡ് സീറ്റ് തന്നെയാണ്. കാരണം അത് പ്രത്യേകം അതിനെന്താണ് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ് ഈ ഒരു സീറ്റിലിരിക്കാൻ. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് അല്ല വരുന്നത്. പക്ഷേ ഇരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നിട്ടില്ല, നമുക്കിരുന്ന് നോക്കാം. ഓക്കെ, ഇനി ബാക്കിലത്തെ സീറ്റിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട സിറ്റി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, പണ്ടത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടേഴ്സാണ്. എൻ്റെ ഒരു അറിവില്ല കേട്ടോ, ഡോക്ടേഴ്സ് മാത്രമൊന്നല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിൻ്റെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ
ഹോണ്ട സിറ്റി ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ക്ലാസ് ഇന്നും തുടർന്ന് വരുന്നുണ്ട്. കാരണം തുടക്കം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇതിപ്പോൾ 5th ജനറേഷനാണ്. 1998 തൊട്ടാണ് നമുക്ക് ഹോണ്ട സിറ്റി നിലവിൽ ഇന്ത്യയിൽ ഇറങ്ങി തുടങ്ങി. അപ്പം ആ ഒരു കാലഘട്ടം തൊട്ട് ഇന്നും ഈ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ഓരോ ഫേസ് ലിഫ്റ്റും ഫുള്ള് ചേഞ്ചും ഒക്കെ കൊണ്ടുവരുത്തി. ഈ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു മോഡൽ ചേഞ്ച് കൊണ്ടുവരാമായിരുന്നു എന്നെനിക്കൊരു സജഷൻ ഉണ്ടായിരുന്നു. കാരണം പഴയതിനിട്ട് തന്നെ കുറച്ച് മിനുക്ക് പണിയൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ സീറ്റിലൊക്കെ വന്നിരിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റേതായ ഒരു പഴയതിൻ്റെയൊക്കെ ഒരു തനിമ തന്നെ കളയാതെ അവർ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. ഏതായാലും ബാക്കിലിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, അത്യാവശ്യം നന്നായിട്ട് തന്നെ കാല് വെക്കാൻ സാധിക്കുന്നുണ്ട്. ലെഗ് റൂം ഉണ്ട്. തൈ സപ്പോർട്ട് കുഴപ്പമില്ല, കാരണം കാല് നീട്ടി വെക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് തൈ സപ്പോർട്ട് ഓക്കെ ആയിട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കാല് വെക്കാൻ ഇടയില്ലെങ്കിൽ തൈ സപ്പോർട്ട് പാടാണ്. പക്ഷേ ഇവിടെ വലിയ കുഴപ്പമില്ല, തൈ സപ്പോർട്ട് ഓക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന് വലിയ മാറ്റമൊന്നുമില്ല, പഴയതുപോലെയൊക്കെ തന്നെയാണ്. ഫുള്ള് വന്ന് താഴെ നിൽക്കുന്നു. അപ്പം ഇവിടെ കംഫർട്ടബിളായിട്ട് കൈ വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി താന്നാണ് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, ഒരു ചെറുതും ഒരു വലുതുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റ് മോശമല്ല എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്ന ഒരു ഹെഡ് റെസ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ കംഫർട്ടബിളായിട്ട് പിന്നെ ചാരി ഇരിക്കാം. ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ നല്ലതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചാരുള്ളതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഈ ഒരു പോർഷനിലുമൊക്കെ ലെതർ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വലിയൊരു ഫീച്ചർ തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് കിട്ടുന്നത്. ഒരു ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൂഫ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. റൂഫ് ലൈറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ് ഫീൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്ക് പഴയ മോഡലിൻ്റെ ബാക്ക് സീറ്റും കൂടെ ഒന്ന് ഇരുന്നിട്ട് പെട്ടെന്ന് ഓടി വരാം. ഓക്കെ, അപ്പം പ്രീവിയസ് ജനറേഷനിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ സീറ്റിൻ്റെ കളേഴ്സിനൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും, അതൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ട സെയിം തന്നെയാണ്. ബാക്കിലോട്ട് വരുമ്പോൾ 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതിലൊന്നും ഒരു രീതിക്കുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഇവിടെ നമുക്ക് 2 AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്, അത് ഓഫും ഓണും പൊസിഷൻ. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്പുട്ടാണ് കൊടുക്കുന്നത്. ഇത് പഴയ മോഡലാണ്. പുതിയതിലോട്ട് വരുമ്പോഴോ നമുക്കിവിടെ താഴെ 2 C ടൈപ്പ് പോർട്ടുകളാണ്, അത് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര രീതിക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതിൽ ഒരു നല്ല കാര്യമെന്ന് പറയാൻ സാധിക്കും. സൺ ബ്ലൈൻഡ്സുകൾ വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ സൺ ബ്ലൈൻഡ്സ് ഉണ്ട്. പക്ഷേ ഇവിടെയും കൂടെ കൊടുക്കാമായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ബാക്കിലൊക്കെ കഴിഞ്ഞും കുറച്ചുകൂടെ അത്യാവശ്യം ഇവിടെ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം എന്താണെന്നും കൂടെ പറഞ്ഞിട്ട്, ബാക്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചാലും വലിയ പ്രശ്നം വരുന്നില്ല. ഈ ഒരു സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ MBD പിടിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ, തോന്നലാണ്. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും പല വാഹനങ്ങളും ഹുഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലോട്ടാണ് തട്ടുന്നത്, പക്ഷേ ഇവിടെ ഇത് ഇങ്ങോട്ടാണ് തട്ടുന്നത്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ചിലർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇട്ടേക്ക് കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് കിട്ടുന്നൊരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് കിട്ടുന്നത്. ഇവിടെ ഒരു NA എഞ്ചിൻ അഥവാ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ മാത്രമാണ് കിട്ടുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഹോണ്ട എന്ന് പറയുന്ന ഒരു പേര് റിലയബിലിറ്റിക്ക് തുല്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ചുരുക്കം കുറച്ച് വാഹന നിർമ്മാതാക്കളെ ഉള്ളൂ. ആ പേരെടുത്ത് ഞാനിപ്പോൾ ഓരോരുത്തരുടെയും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക് ഏതൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പേടിക്കാതെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. ടെർബോ വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ എഞ്ചിന് നല്ലതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ തന്നെ ആയിരിക്കില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ലാത്തൊരവസ്ഥയായി. ഇപ്പം നമുക്ക് ഏതായാലും കൂടുതൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കാര്യത്തിലോട്ട് വരാം. ഇവിടെ ഒരു 4 സിലിണ്ടറാണ് വരുന്നത്. 1, 2, 3 and 4 IVTEC വരുന്ന വാഹനമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വേരിയബിൾ വാൽവ് ടൈമിംഗ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതിൻ്റേതായ പെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു എഞ്ചിന് നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഒരുപാട് പീക്ക് പവർ പറയുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ഓൾട്ടർനേറ്റർ ആണെങ്കിലും ഓയിലിൻ്റെ ഫിൽറ്റേഴ്സും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ. ഇനി സ്പാർക്ക് പ്ലഗ് ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇഗ്നൈറ്റേഴ്സൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് അഴിക്കാൻ വേണ്ടി അതെല്ലാം മേളത്തെ പോർഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം നല്ല നീറ്റാണ്, വളരെ ഈസി ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോർട്ടുകൾ ഒരു ടർബുലൻസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ക്ലിയർ ആക്കാനോ ഒക്കെ ഉള്ളൊരു രീതിയാണ് ഈ മാനിഫോൾഡ്സിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കാം, ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സർക്കുലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ പോകുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളൊന്നും. ഇതൊരു ഈ VVTയുടെ ഒക്കെ നമുക്ക് ഇവിടെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ വാൽവും കാര്യങ്ങളൊക്കെ ഇവിടെ
കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ 121 PS പവറും 145 Nm ടോർക്കുമാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന 7 സ്പീഡ് CVT ഗിയർ ബോക്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ECVTയിൽ വരുന്ന ഒരു 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ആക്കിൻസൺ സൈക്കിൾ വരുന്ന മോഡലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് പവർ കമ്പൈൻ ചെയ്താണ് വരുന്നത്. നമുക്ക് ടോർക്ക് ഔട്ട്പുട്ട് വരുന്ന 253 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ്. അത് കമ്പൈൻഡ് ആണ്. അതുപോലെ തന്നെ പവർ വരുന്ന 126 PS പവറാണ് നമുക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അവിടെ നമുക്ക് മൈലേജ് കിട്ടുന്ന 27.26 കിലോമീറ്റർ ആണ് മൈലേജ് കിട്ടുന്നത്. ഇവിടെ വരുന്നൊരു ഹിഡൻ ഫീച്ചറോടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണ്ട ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. പല വാഹനങ്ങളിൽ ഈ ഒരു പോർഷൻ നമ്മൾ ഓപ്പൺ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അത് ഈ ഒരു ഭാഗത്തോട്ട് പൊടി കയറാതിരിക്കാനും സൗണ്ട് അകത്തോട്ട് കയറുന്നത് തടയാനും കൂടെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫീച്ചറാണ്. പല വാഹനങ്ങളും ഇത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ കിടുവാണ്. നമ്മുടെ ഹോണ്ട സിറ്റിയിൽ ഒരു ഹിഡൻ ഫീച്ചർ കൂടെ കാണിച്ചു തരട്ടെ. നമ്മൾ ലോക്ക് ചെയ്തു. ഇപ്പോൾ ഈ വാഹനം ലോക്ക്ഡാണ്. അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്തു. നോർമലായിട്ട് അൺലോക്ക് ബട്ടൺ ആയി. അതായത് നോർമലായിട്ട് അൺലോക്ക് ആയി. ഞാൻ ഒന്നുകൂടെ ലോക്ക് ചെയ്തു. അൺലോക്ക് ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരാനുണ്ടോ? ഒന്നും തന്നെ ഇല്ല. ഒരു മാറ്റവും വരത്തില്ല. പക്ഷേ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലോക്ക് ചെയ്തു ഒന്നുകൂടെ. എന്നിട്ട് ഒന്നുകൂടെ ഡബിൾ ക്ലിക്കാണ് ചെയ്യുന്നത്. 1, 2 എല്ലാ ഗ്ലാസ്സുകളും 4 ഗ്ലാസ്സുകളും സൺ റൂഫും ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലത്തൊക്കെ കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്തുള്ള ഹീറ്റ് ഒന്ന് പുറത്തോട്ട് കളയാൻ വേണ്ടി ഈ ഒരു ഫീച്ചർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോക്ക് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അതുപോലെ തന്നെ ക്ലോസ് ആകത്തില്ല. ഡബിൾ പ്രസ് ചെയ്യണം. അതായത് 2 ടാപ്പ് ചെയ്താൽ മാത്രം അതുപോലെ തന്നെ ക്ലോസ് ആകത്തുള്ളൂ. അതും ഒരു ഫീച്ചറാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട. അപ്പം നമുക്കൊരു ഡ്രൈവ് നോക്കാം. ഞാൻ ഏതായാലും കഴിഞ്ഞ ദിവസം ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്തതാണ്. അത് വെച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം മോശപ്പെട്ട വഴിയിലൊക്കെ കയറുകയാണെങ്കിൽ സസ്പെൻഷൻ സൈഡും കാര്യങ്ങളൊക്കെ കിടുവാണ്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന 165 mm ആണ്. അത് ഞാൻ തുടക്കം പറയാൻ വിട്ടുപോയൊരു കേസ് കേട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല. 165 നോർമലാണ്. മര്യാദക്കൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ തന്നെ അണ്ടർബോഡി ഹിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ആ ഒരു കാര്യത്തിൽ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു CVT വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സീക്വൻഷ്യലായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാഡിൽ ഷിഫ്റ്റേഴ്സും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു കയറ്റമൊക്കെ കയറുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഗിയേഴ്സ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അസിസ്റ്റ് തരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോണ്ട സെൻസിങ്ങിൻ്റെ അഡാസ് ഫീച്ചേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും നമുക്ക് കുറച്ച് മോശം വഴി നല്ല വഴിയൊക്കെ ഒന്ന് പിടിച്ചു നോക്കാം. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ബേസ് വേരിയൻറ്റ് SV മാനുവൽ ട്രാൻസ്മിഷന് 14,49,699 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. V വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ 16,499 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കിട്ടുന്നുണ്ട്. അതായത് നോർമൽ ക്രൂയിസ് കൺട്രോൾ വെച്ച് നോക്കാനാണെങ്കിൽ നമുക്കിവിടെ ക്യാമറ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അത്യാവശ്യം ലോ സ്പീഡിൽ വരെ ഇത് വളരെ കൃത്യമായിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഓട്ടോ ബ്രേക്കിങ്ങും ഫീച്ചേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ZX മാനുവൽ ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ 18,58,377 രൂപയാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ബ്രേക്ക് ഡിസ്കും ബാക്കിൽ ബ്രേക്ക് ഡ്രമ്മും ആണ് കിട്ടുന്നത്. ഇപ്പം നമ്മളൊരു HEV ആണ് എടുക്കുന്നതെങ്കിൽ 2 സൈഡും ബാക്ക് ആൻഡ് ഫ്രണ്ട് നമുക്ക് ബ്രേക്ക് ഡിസ്ക് ആണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ZX CVT വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന 19,80,800 രൂപയാണ് വരുന്നത്. ഇതിൽ ഓഫേഴ്സ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓഫേഴ്സിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വിഷൻ ഹോണ്ടയുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ CVT ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ മിനിമലായിട്ട് തന്നെ ആക്സലറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടും. ആ ഒരു കാര്യത്തിൽ നോ ഡൗട്ടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ഫുള്ളായിട്ട് ത്രോട്ടിൽ കൊടുക്കുക എന്നുള്ളത്. വളരെ മിനിമലായിട്ട് ത്രോട്ടിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, അതായത് വളരെ മിനിമലായിട്ട് ആക്സലറേറ്റ് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ വാഹനം കയറിപ്പോവുകയും ചെയ്യും, മൈലേജും കിട്ടുകയും ചെയ്യും. കമ്പനി പറയുന്ന 17.9 സംതിങ് ആണ് CVTക്ക് മൈലേജ് പറയുന്നത്. മറ്റതിൻ്റെ മാനുവലിന് വരുന്നത് 17.2 ആണ് നോർമലി മൈലേജ്. പക്ഷേ ഏകദേശം ഒരു CVT ഒക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 14-13 ആ റേഞ്ച് പ്രതീക്ഷിക്കാം ഷുവറായിട്ട്. അതുപോലെ തന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ കേസും കൂടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇടയിലൊക്കെ ആണെങ്കിലും നമുക്ക് തിരിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു ക്യാമറ ആംഗിളിൽ തന്നെ നമുക്ക് തിരിക്കാൻ സാധിക്കുന്നുണ്ട്. ബാക്കും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ 360യുടെ മെയിനായിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്.
പൊസിഷൻ കറക്റ്റ് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അലേർട്ട്സ് നമുക്ക് ഇവിടെയും ക്ലസ്റ്ററിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് വേണ്ട ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്രോച്ചിങ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇവിടെ തിരിക്കുകയാണ്. അതായത് ചെറിയൊരു പോർഷൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചെറിയ ഏരിയയിലൊക്കെ തന്നെ നമുക്ക് ഇട്ട് തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിലും കൂടെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷനും കൂടെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാൻ ലൈൻ വാച്ച് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സൈഡ് എത്രത്തോളം എനിക്ക് ഈ ഗ്യാപ്പ് ഇവിടെ കിട്ടുന്നുണ്ടെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഒരു ഗ്ലാസ് നോക്കാതെ തന്നെ എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്നുകൂടെ പ്രസ് ചെയ്താൽ ഓഫ് ആവുന്നതായിരിക്കും. യെസ്, ഇതുപോലൊരു മോശപ്പെട്ട വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാതെ നമുക്കൊരു ഓക്കെ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സെഡാൻ വെഹിക്കിൾസ് നമുക്ക് ഹൈവേയിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്നത്. കാരണം നല്ല സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാലും ഭയങ്കര കംഫോർട്ടാണ്, അതുപോലെ തന്നെ നല്ല സ്റ്റെബിലിറ്റിയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. പ്രത്യേകിച്ച് 165 ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ, നല്ല പതിഞ്ഞ് തന്നെ ഇപ്പോൾ വാഹനം പോകുന്നതായിരിക്കും. അതുകൊണ്ട് സ്പീഡ് കയറുന്നത് നമ്മൾ ഒട്ടും തന്നെ അറിയില്ലെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വാസ്തവം. ഇതിൽ 2 ഗിയർ ബോക്സ് ഓപ്ഷനാണ് വരുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു ഓട്ടോമാറ്റിക് അഥവാ ഒരു CVT ഗിയർ ബോക്സും പിന്നെ ഒരു മാനുവൽ 6 സ്പീഡാണ് വരുന്നത്. മാനുവൽ 6 സ്പീഡും ഇതൊരു 7 സ്പീഡും ആണ് വരുന്നത്. നിങ്ങളൊരു നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഡ്രൈവറാണ്, അതായത് നല്ല എന്താ പറയുന്നത്, നല്ല രീതിക്ക് വാഹനം ഓടിക്കണമെന്ന് പ്ലാൻ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ മാനുവൽ തന്നെ എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. CVT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രൈവിങ്ങിൽ വരുന്ന ആ ഒരു ഇനിഷ്യൽ ലാഗ് അതെപ്പോഴും ഫീൽ ചെയ്യും കേട്ടോ. അതില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യമൊന്നുമല്ല, എല്ലാ CVTയിൽ ഏത് CVT എടുത്താലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പം ആ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാനുവലിലോട്ടേ പോകുള്ളൂ. അതിന് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൃത്യമായിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ഈ വാഹനം തന്നിരിക്കുന്ന വിഷൻ ഹോണ്ടയാണ്. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്തതിൻ്റെ പ്രൈസും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കുന്നതാണ്.